എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ LSS ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത മാസം നമ്മുടെ LSS പരീക്ഷയാണ്. അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മ കാണും. നമ്മൾ ഏകദേശം ഉള്ള ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇത്രയും നാൾ പഠിച്ചതിൻ്റെ ഒരു റിവിഷനാണ്. അപ്പോൾ റിവിഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും LSSന് ഇംഗ്ലീഷിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ഒരു വർക്കും ബാക്കി 5 ക്വസ്റ്റ്യൻ എന്തെങ്കിലും വൺ വേർഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതാണ് നമ്മുടെ സാധാ വരുന്ന പാറ്റേൺ. ടോട്ടൽ 10 മാർക്കിനാണ്. അപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും. അതും ടെക്സ്റ്റ് ബുക്കിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ ഒരു ഡയറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ 5 മാർക്കിന് വൺ വേർഡുകൾ. അപ്പോൾ ആ വൺ വേർഡിൽ ചോദിക്കുന്ന ചോദ്യമാണ് ചില വാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് ലെറ്റേഴ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നേക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്രമമല്ലാതെ തന്നേക്കും. അതിൽ നിന്ന് ആ വേർഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. അതിൻ്റെ കൂടെ ഒരു ഹിൻറ്റ് തന്നേക്കും, ഒരു സൂചന തന്നേക്കും. എന്താണ് അത്, ഏത് വാക്കാണ്, അല്ലെങ്കിൽ എവിടെ നിന്നെടുത്ത വാക്കാണ്, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നെങ്ങാനും ഒരു സൂചന കൂടെ തന്നേക്കും താഴെ. നിങ്ങളൊക്കെ അങ്ങനത്തെ ടൈപ്പുള്ള ക്വസ്റ്റ്യനൊക്കെ മോഡൽ എക്സാമൊക്കെ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ മോഡൽ എക്സാമിലൊക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ശീലിച്ചതാണ്. ക്ലാസ്സിലും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു റിവിഷനാണ് ആവശ്യം. അപ്പോൾ നമ്മളിപ്പോൾ റിവിഷനിലോട്ട് പോവുകയാണ്. ആദ്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാമത്തെ യൂണിറ്റ്, ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന 1ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ഈ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാനുള്ള വാക്കുകൾ, അതിൻ്റെ സ്പെല്ലിങ്, അർത്ഥം എന്നിവയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിപ്പോവാം. 1ാമത്തെ യൂണിറ്റ്, ദ സീഡ് ഓഫ് ട്രൂത്ത്. അപ്പോൾ പാഠത്തിൻ്റെ പേരും എഴുതി പറയുന്ന വേർഡ്സ് എല്ലാം നോക്കി പോയാൽ നല്ലതായിരിക്കും. നമുക്ക് മിക്കവാറും സാധ്യത വരുന്നത് 1ാമത്തെ യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ 2ാമത്തെ യൂണിറ്റിൽ നിന്നോ. ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത. 3ാമത്തെ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന ആ പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ വലിയ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ യൂണിറ്റ് 1, ദ സീഡ് ഓഫ് ട്രൂത്ത് നോക്കാം. അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് ആദ്യത്തെ ഭാഗം ഏതാണ്? ദ വറി എന്ന് പറയുന്ന ഭാഗമാണ്. ദ വറി, സീഡ് ഓഫ് ട്രൂത്ത്. അതിൽ ദ വറി. അപ്പോൾ വറി നമുക്ക് പാഠഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. കുറച്ച് സ്പീഡിൽ ഒന്ന് വായിച്ച് പോകാം അല്ലേ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ പറയാം. അപ്പോൾ അതൊന്ന് അതിൻ്റെ സ്പെല്ലിങ്ങും കൂടെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ 1ാമത്തെ സെൻറ്റൻസിൽ തന്നെ നമുക്ക് 2 വാക്കുകളുണ്ട് പഠിക്കാനുള്ള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. കഥാപാത്രങ്ങൾ, നമ്മുടെ കഥയിലെ ക്യാരക്ടേഴ്സിൻ്റെ പേര് എന്തായാലും പഠിക്കണം. പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരോ അല്ലെങ്കിൽ പ്രധാന വാക്കുകൾ നമുക്ക് നോക്കാം. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. അപ്പോൾ നമ്മുടെ സീഡ് ഓഫ് ട്രൂത്തിൽ എല്ലാവരും കാണാതെ പഠിച്ച് വെച്ചേക്കുന്ന ഒരു സെൻറ്റൻസാണിത്. മിക്കുള്ള കുട്ടികൾക്കും കാണാതെ അറിയാമെന്നുള്ള ഒരു സെൻറ്റൻസാണ് അത്. 1ാമത്തെ ഈ സെൻറ്റൻസ്, വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര, ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. ഇത്ര എല്ലാ പിള്ളേർക്കും കാണാതെ അറിയാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 1ാമത്തെ വാക്കാണ് വിദ്യാധര. ആദ്യത്തെ വേർഡ് തന്നെയാണ് വിദ്യാധര. അപ്പോൾ വിദ്യാധരയാണ് നമ്മുടെ ആദ്യത്തെ വേർഡായിട്ട് ഞാൻ പറയുന്നത്. വിദ്യാധരയുടെ സ്പെല്ലിങ് പഠിച്ചു വച്ചേക്കണം. നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് ഈ കഥയിലെ വിദ്യാധരയും പിങ്കളയും. 2 ക്യാരക്ടറുണ്ട്. അപ്പോൾ 2 പേരിൻ്റെ സ്പെല്ലിങ്ങുകളൊക്കെ പഠിക്കണം. പിങ്കളയിനി അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം വിദ്യാധര പറയുന്ന പോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. VIDYA, വിദ്യയായി, പിന്നെ ഒരു ധര, DHA. അപ്പോൾ വിദ്യാധര, VIDYA, DHA, വിദ്യാധര മഹാരാജാവ്. അപ്പോൾ വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര എന്നുള്ള വാക്ക് പഠിക്കണം. എന്താണ് സ്പെല്ലിങ്? GANDHAR, ഗാന്ധാര, ഗാന്ധാര. ഈ 2 വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വിദ്യാധരയും ഗാന്ധാരയും. ബാക്കി നോക്കാം. നമ്മൾ പാഠത്തിൻ്റെ അർത്ഥമൊന്നും പറയുന്നില്ല, പെട്ടെന്ന് അങ്ങ് വിട്ടു പോവുകയാണ് കേട്ടോ. കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണ എന്തിലാണ്? ഈ വാക്കുകളിൽ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം.
ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കഥ ജസ്റ്റ് ഒന്ന് പറയത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗാന്ധാരത്തിലെ രാജാവായിരുന്ന ആര്? വിദ്യാധര. ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം വളരെ നീതിമാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. അപ്പോൾ രാജാവിന് എന്താണ്? ഗാർഡനിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഗാർഡനിങ് എന്നുള്ള വാക്കാണ് നമ്മുടെ മൂന്നാമത്തെ വേർഡ്, ഗാർഡനിങ്. കണ്ടോ, ആ മൂന്നാമത്തെ വരിയിൽ നടുക്കായിട്ട് കിടപ്പുണ്ട് ഗാർഡനിങ്. GARDEN. എന്താണ്? ഗാർഡൻ കഴിഞ്ഞിട്ട് ഒരു ING കൂടി ഇട്ടാൽ മതി. ഗാർഡനിങ്. ഈ പൂന്തോട്ടത്തെ ഒക്കെ പരിപാലിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം, അതാണ് ഗാർഡനിങ്. കേട്ടാ? അപ്പോൾ രാജാവിന് ഇതായിരുന്നു, ഗാർഡനിങ്ങിൽ ഭയങ്കര താല്പര്യമായിരുന്നു. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. അപ്പോൾ അതൊന്നും നോക്കണ്ട, രാജാവിന് താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. ഹിസ് പീപ്പിൾ വെയർ വെരി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ ജനങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. രാജാവിന് മക്കളില്ലായിരുന്നു. പിന്നെ രാജാവിന് മക്കളില്ലായിരുന്നു എന്ന് പറയുന്ന ആ സെൻറ്റൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. ആ ഒരു സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ, കാണാതെ പഠിച്ച് വെച്ചേക്കുക. ചിലപ്പോൾ സെൻറ്റൻസ് ആണ് തരുന്നതെങ്കിൽ, സെൻറ്റൻസ് ആണ് ജമ്പിൾഡ് ഓർഡർ തന്നിരിക്കുന്ന, കറക്റ്റ് ഓർഡർ ആക്കാൻ ചോദിക്കുന്നതെങ്കിൽ ചോദിക്കാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ് ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ എന്നുള്ളത്. ഇനി ആസ് ദ കിങ് ഗ്രീവ് ഓൾഡർ എവരി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ്. അപ്പോൾ രാജാവിന് വയസ്സായി വരുന്തോറും എന്താണ്, നാട്ടുകാർക്കെല്ലാം ഭയങ്കര വിഷമമായി അല്ലേ? അടുത്ത രാജാവില്ല, രാജാവിന് മക്കളില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു. ഹൂ വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം. രാജാവിന് ശേഷം ആര് ഈ രാജ്യം ഭരിക്കും എന്നുള്ള ഒരു വിഷമത്തിലാണ് എല്ലാവരും നിന്നത്. ഈ കഥയൊക്കെ നമുക്കറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഒരു 3 വേർഡ് പറഞ്ഞു, ഒരു സെൻറ്റൻസും പറഞ്ഞു. വിദ്യാധര എന്നുള്ള വേർഡ്, VIDYADHARA, വിദ്യാധര. ഇനി രണ്ടാമത്തെ വേർഡായിട്ട് പറഞ്ഞത് എന്താണ്? ഗാന്ധാര എന്ന് പറയുന്നത് GANDHARA, ഗാന്ധാര. ഇനി അടുത്തത് മൂന്നാമത്തെ വേർഡ് എന്തുവാണ്? ഗാർഡനിങ് അല്ലേ പറഞ്ഞത് മൂന്നാമത്തെ വേർഡായിട്ട് പറഞ്ഞത് ഗാർഡനിങ് ആണ്. ഗാർഡനിങ് GARDEN, ഗാർഡൻ എന്ന് എഴുതിയിട്ട് ഒരു ING കൂടി ഇട്ടാൽ മതി. ഇനി അടുത്തത് പറഞ്ഞത് എന്താണ്? ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. രാജാവിന് മക്കളില്ലായിരുന്നു എന്ന് പറയുന്ന പോയിന്റ്. രാജാവിന് മക്കളില്ലായിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. രാജാവിന് മക്കളില്ലായിരുന്നു എന്ന് പറയുന്ന ആ പോയിൻ്റാണ് നമ്മുടെ എത്രാമത്തെ ആ ഒരു സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വറി എന്ന് പറയുന്ന പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. എ പ്രൊക്ലമേഷൻ. കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്, നിങ്ങൾ ആ വേർഡ്സ് മാത്രം നോക്കിയാൽ മതി, പാഠമൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. എ പ്രൊക്ലമേഷൻ ആ വേർഡ് തന്നെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പ്രൊക്ലമേഷൻ അത് ഈ ഒരു ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് വരും, അപ്പോൾ പറയാം. ടു ഫൈൻഡ് എ സക്സസർ. അടുത്ത വാക്ക് കിടക്കുന്നു, നമ്മുടെ നാലാമത്തെ വേർഡായിട്ട് എഴുതാനുള്ളത് സക്സസർ എന്ന് വെച്ചാൽ എന്താണ്? സക്സസർ എന്ന് വെച്ചാൽ സക്സസറാണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള വാക്കുകൾ. ഈ സക്സസറും പ്രൊക്ലമേഷനുമാണ് കേട്ടോ. അപ്പോൾ ഈ സക്സസറും പ്രൊക്ലമേഷനും എന്ത് പറഞ്ഞായാലും എന്തായിട്ട് ആയാലും ഒരിക്കലും മറക്കാൻ പാടില്ല. സക്സസറിൻ്റെ സ്പെല്ലിങ് നോക്കിയേ, തുടക്കത്തിൽ തന്നെ ഉണ്ട്. ടു ഫൈൻഡ് എ സക്സസർ എന്ന് വെച്ചാൽ അനന്തരാവകാശി. അനന്തരാവകാശി എന്നാണ് അർത്ഥം. അനന്തരാവകാശി എന്നാണ് അർത്ഥം. അപ്പോൾ സക്സസർ എന്ന് വെച്ചാൽ അനന്തരാവകാശി. സക്സസറിൻ്റെ സ്പെല്ലിങ് നോക്കിയാണ് SUCCESSOR. 2 C ഉണ്ട്, 2 S ഉണ്ട്. അത് ഓർത്തോളണേ, ചേർത്തോണ്ട് അടുപ്പിച്ച് 2 C ഉണ്ട്, അടുപ്പിച്ച് 2 S ഉണ്ട് അല്ലേ? SUCCE അത് കഴിഞ്ഞിട്ട് 2 SSOR. സക്സസറിൻ്റെ സ്പെല്ലിങ് മറക്കരുത്. സക്സസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് സക്സസർ കേട്ടോ. സക്സസറിൻ്റെ ഒരു മീനിങ് കൂടെ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ HEIR എന്ന് പറഞ്ഞാൽ എന്താണ്? HEIR നമ്മൾ ഹെയർ എന്ന് വായിക്കരുത്, എയർ. അപ്പോൾ അനന്തരാവകാശി അല്ലെങ്കിൽ അടുത്ത തലമുറക്കാരൻ, അടുത്ത പിന്തുടർച്ച അവകാശി എന്ന് പറയുന്നതിന് മറ്റൊരു ഇംഗ്ലീഷ് വേർഡാണ് എന്താണ്? എയർ. അപ്പോൾ HEIR. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക, ചിലപ്പോൾ അതായിരിക്കും സൂചനയായിട്ട് തന്നേക്കുന്നത്. സക്സസറിൻ്റെ മറ്റൊരു ഇംഗ്ലീഷിലുള്ള അർത്ഥമാണ് എന്താണ്? HEIR, എയർ. ഓക്കെ, H അവിടെ സൈലൻ്റ് ആണേ. ഇനി
ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. അപ്പോൾ രാജാവ് ഒരു ഐഡിയ ആലോചിച്ചു. ഹി ഡിസൈഡഡ് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ആൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ദ ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്, പെട്ടെന്നൊന്ന് നോക്കിപ്പോയാൽ മതി. രാജാവ് എല്ലാവർക്കും വിത്തുകൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഏറ്റവും നന്നായിട്ട് ആ ചെടിയെ വളർത്തിക്കൊണ്ട് വരുന്ന ആളാണ് അടുത്ത രാജാവ്. അതെല്ലാം നമുക്കറിയാം. ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. എത്ര സമയമുണ്ട്? 3 മാസം സമയവും കൊടുത്ത്. ഇനി ദ കിങ് ഓർഡേഡ് ഹിസ് മിനിസ്റ്റർ ടു ഗീവ് എ പ്രൊക്ലമേഷൻ. ഇപ്പോൾ രാജാവ് എന്ത് ചെയ്തു? മിനിസ്റ്റർ മന്ത്രിക്ക് ഓർഡർ കൊടുത്തു. എന്തിനാണ്? ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം നടത്താനായിട്ട്. കിങ് ഓർഡേഡ് ഹിസ് മിനിസ്റ്റർ. അപ്പോൾ രാജാവ് ആർക്കാണ് അത് കൊടുത്തത്? ആ ഒരു പ്രൊക്ലമേഷൻ വിളംബരം നടത്താനുള്ള ഉത്തരവ് കൊടുത്തത് ആർക്കാണ്? അതും കൂടെ നോക്കി വെച്ചേക്കണം. ആർക്കാണ് കൊടുത്തത്? മിനിസ്റ്ററിനാണ് കൊടുത്തത്. ഓക്കെ, മിനിസ്റ്ററിനാണ് കൊടുത്തത്. ആ മന്ത്രിക്കാണ്, മന്ത്രിയുടെയാണ് പറഞ്ഞത് എന്താണ്? ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം നടത്തണമെന്ന്. കേട്ടോ? അപ്പോൾ മന്ത്രിയുടെ അടുത്താണ് പറഞ്ഞത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ആ 5ാമത്തെ വേർഡായിട്ട് നമുക്ക് ഏതെഴുതാം? പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ സ്പെല്ലിങ് മറക്കരുത്. PROCLAMATION. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന വേർഡാണ് പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ. കേട്ടോ? അപ്പോൾ പ്രൊക്ലമേഷൻ ഈ ഭാഗത്ത് നമ്മൾ 2 വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? സക്സസറും പ്രൊക്ലമേഷനും. സക്സസറും പ്രൊക്ലമേഷനും. സക്സസർ SUCCESSOR. സക്സസർ. അടുത്ത വാക്ക് എന്താണ്? അടുത്ത ലാസ്റ്റ് പറഞ്ഞ വേർഡ് പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ വിളംബരം. വിളംബരം. പ്രൊക്ലമേഷൻ. PROCLAMATION. പ്രൊക്ലമേഷൻ, വിളംബരം. ഇപ്പോൾ 2ാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി 3ാമത്തത് നോക്കാം. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിപ്പോവാം. സീഡ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഭാഗത്തിൽ ദ നെക്സ്റ്റ് ഡേ എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ്. അപ്പോൾ രാജാവ് പിറ്റേ ദിവസം തന്നെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ക്യൂ വന്നു അല്ലേ? കുട്ടികളും രക്ഷകർത്താക്കളും കൂടെ എല്ലാവരും കൂടെ ഒന്നിക്കാൻ തുടങ്ങി. എന്തിനാണ്? വിത്ത് മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. എവരിവൺ വാസ് ഈഗർ ടു ഗെറ്റ് സീഡ് ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്സ്. എല്ലാവരും നല്ലൊരു പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് അടുത്ത രാജാവ് ആവാനുള്ള ഒരു ഇതിലങ്ങ് വന്നതാണ്. നമുക്കതൊക്കെ അറിയാമെന്നുള്ളതാണ്. പിങ്കള എ പുവർ ഫാർമേഴ്സ് സൺ വാസ് വൺ among these children. He too got a seed from king and sowed it in a pot in his garden. He took great care of the seed. അപ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ച് വാക്കുകളൊന്നും പഠിക്കാനില്ല. അപ്പോൾ പിങ്കള അതിലൊരാളായിരുന്നു. പിങ്കളെ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു വിത്ത് കിട്ടി. അവനതിനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി, പരിചരിക്കാൻ തുടങ്ങി. വീട്ടിൽ കൊണ്ടുപോയി നട്ടു. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആശയം ഇങ്ങനെ മീനിങ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി നോക്കാം. ബാക്കി നമുക്ക് നോക്കിപ്പോവാം. ദ ഡിസപ്പോയിൻമെൻറ്റ് നോക്കാം. പിങ്കള വാട്ടേഡ് ആൻഡ് മാനുവേഡ് ദ സീഡ് ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. അപ്പോൾ പിങ്കള അതിന് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പക്ഷേ എന്നിട്ടും ആ വിത്ത് മുളച്ചോ? ഇല്ല, വിത്ത് മുളച്ചില്ല. പിങ്കള ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. പിങ്കള എന്ത് ചെയ്തു? അതിൽ ആ സീഡിൻ്റെ ഇനിയിപ്പം മണ്ണിൻ്റെ പ്രശ്നമാണോ എന്ന് വിചാരിച്ച് മണ്ണൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ടും ഒരു രക്ഷയില്ല, സീഡ് വളരുന്നില്ല, വിത്ത് വളർന്നില്ല. അപ്പോൾ ഇതിൽ ആദ്യമുള്ള സെൻറ്റൻസ് ഒന്ന് നോക്കി വെച്ചേക്കണം. പിങ്കള വാട്ടേഡ് ആൻഡ് മാനേഡ് ദ സീഡ് എന്നുള്ള സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കേട്ടോ? പിങ്കള വാട്ടേഡ് ആൻഡ് മാനേഡ് ദ സീഡ്. ഓക്കെ, ആ സെൻറ്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ്. വൺ ഡേ പിങ്കള വെൻറ്റ് ദിയർ ദ പോട്ട്. ഹി നെൽറ്റ് ബിഫോർ ഇറ്റ്. അപ്പോൾ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പിങ്കള ഒരു ദിവസം ആ വിത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പറയുകയാണ്, ഡിയർ സീഡ്, 3 months ഹാവ് പാസ്ഡ്. ഐ വാണ്ട് ടു ടേക്ക് യു ടു ദ പാലസ്. പ്ലീസ് സ്പ്രൗട്ട് ബൈ ടുമോറോ. എന്നിട്ട് അവൻ്റെ അടുത്ത് പോയെന്ന് പറയുകയാണ്, നാളെ കൊണ്ട് 3 മാസം പൂർത്തിയാവുകയാണ്. നാളെ എനിക്ക് നിന്നെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ദിവസമാണ്. ഒന്ന് മുളച്ച് വരുമോ എന്നാണ് ചോദിക്കുന്നത് വിത്തിൻ്റെ അടുത്ത്. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. വിത്ത് മുളച്ചില്ല. അത് നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. ദ നെക്സ്റ്റ് ഡേ he saw children walking to the palace dressed in their best clothes. They all held well grown plants. Pinkala stood watching them sadly. അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എന്താണ്? കുട്ടികളെല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കൊട്ടാരത്തിലോട്ട് പോകുന്നത് കണ്ടു. പിങ്കള അവിടെ ഇരുന്ന് ഇവരെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പിങ്കള എന്ന് പറയുന്ന വാക്ക് പറയാൻ മറന്നുപോയി. പിങ്കള, 2ാമത്തെ ക്യാരക്ടറിൻ്റെ പേര് പിങ്കള എന്നാണ്. പിങ്കളയുടെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചേക്കുക. PINGALA. പിങ്കള. അത് ജസ്റ്റ് നേരത്തെ ഒന്ന് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ പിങ്കള
പിങ്കളയുടെ സ്പെല്ലിങ് നോക്കി വെച്ചേക്കാം. ആദ്യം നമ്മൾ വിദ്യാധര പറഞ്ഞായിരുന്നു, VIDYADHARA, വിദ്യാധരയും മറക്കരുത്, പിങ്കളയും മറക്കരുത്. പ്രധാനപ്പെട്ട 2 ക്യാരക്ടർ. വിദ്യാധര ആർക്കാണ് പ്രൊക്ലമേഷൻ നടത്താൻ ഓർഡർ കൊടുത്തത്? വിളംബരം നടത്താൻ ആർക്കാണ് ഓർഡർ കൊടുത്തത്? സോൾജിയറിനാണോ? അല്ല, സോൾജിയറിനല്ല, മിനിസ്റ്ററിനാണ് ഓർഡർ കൊടുത്തത് അല്ലേ? മന്ത്രിക്കാണ് ഓർഡർ കൊടുത്തത് വിളംബരം നടത്തണമെന്ന്. രാജാവിൻ്റെ മന്ത്രിക്കാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പിങ്കള എല്ലാവരും ഇങ്ങനെ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി നോക്കാം. ടു ദ പാലസ് എന്ന് പറയുന്ന പാർട്ടിൽ, പിങ്കളാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. ഹീ ഫെൽറ്റ് സോറി ഫോർ പിങ്കള. അപ്പോൾ പിങ്കളയുടെ അച്ഛൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഈ ഒബ്സർവ്ഡ് എന്ന് പറയുന്ന വാക്കൊന്നും വേണ്ട കേട്ടോ, അധികം ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ പിങ്കളയുടെ അച്ഛന് ഈ കാര്യമെല്ലാം, ഇവ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഇതുവരെയും വിത്ത് മുളയ്ക്കാത്തതുകൊണ്ട് അച്ഛനും ഇവനെ കണ്ടപ്പോൾ പാവം തോന്നി. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ടും അവനൊരു റിസൾട്ട് കിട്ടിയില്ലല്ലോ, അവനൊരു ഫലം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് പിങ്കളയുടെ അച്ഛനും വിഷമിക്കാൻ തുടങ്ങി. വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എംറ്റി പോട്ട്, ഹി ആസ്ക്ഡ്. അറ്റ്ലീസ്റ്റ് ഹി വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. അപ്പോൾ എന്താണ് അച്ഛൻ ചെന്ന് പിങ്കളയുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. എന്താണ്? വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എംറ്റി പോട്ട്. നിനക്ക് ഈ ഒഴിഞ്ഞ പോട്ടുമായിട്ട്, ഈ ചെടിച്ചട്ടിയും കൊണ്ട് രാജാവിൻ്റെ അടുത്തോട്ട് പോയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഹി വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. രാജാവിന് ഒന്ന് അറിയെങ്കിലും ചെയ്യാമല്ലോ, രാജാവ് ഒന്ന് അറിയെങ്കിലും ചെയ്യുമല്ലോ, നീ നിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ആ വിത്ത് വളർന്നില്ല. എന്തുകൊണ്ടോ വളർന്നില്ല, അത് നിൻ്റെ രാജാവിന് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും പിങ്കള പോകാൻ തന്നെ തീരുമാനിച്ചു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് പിങ്കള പോകാൻ തന്നെ തീരുമാനിച്ചു. സോ പിങ്കള പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറയുന്ന വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. അതൊരു ഫ്രൈസൽ വെർബാണ്, നിങ്ങൾ കേട്ട് കാണത്തില്ല എങ്കിലും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. പുട്ട് ഓൺ എന്ന് വെച്ചാൽ ധരിക്കുക എന്നാണ് കേട്ടോ. വിയർ WEAR വിയർ. പുട്ട് ഓൺ എന്ന് വെച്ചാൽ വിയർ എന്നാണ് അർത്ഥം. വിയർ ചെയ്യുക എന്ന് വെച്ചാൽ ധരിക്കുക. ഡ്രസ്സൊക്കെ ഇടുന്നതിനാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത് കേട്ടോ, വിയർ. മറ്റൊരു ഇംഗ്ലീഷ് വേർഡാണ് എന്താണ്? വിയർ. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് വിയർ, അല്ലെങ്കിൽ പുട്ട് ഓൺ എന്ന് പറയുന്ന വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലോട്ട് പോയി. ഹി ജോയിൻഡ് ദ അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ് ഹോൾഡിങ് ഹിസ് എംറ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്. അപ്പോൾ എന്താണ്? ഹി ജോയിൻഡ് അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ്. എന്നിട്ട് എന്ത് ചെയ്തു? പോയിട്ട് പുറത്ത് നിൽക്കുന്നവരായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് ഹോൾഡിങ് ഹിസ് എംറ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ആ എംറ്റി പോട്ടും ഉണ്ട് അല്ലേ? ചെടിയില്ലാത്ത ആ എംറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടിയായിട്ടാണ് അവൻ നിൽക്കുന്നത്. അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം ബട്ട് പിങ്കള ഇഗ്നോർഡ് ദം. ബാക്കിയുള്ളവരെല്ലാവരും പിങ്കളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പക്ഷേ പിങ്കള അവരെ ഒന്നും അങ്ങനെ അങ്ങ് ഗവനിച്ചില്ല. എന്ന് വെച്ചാൽ മൈൻഡ് ചെയ്തില്ല. അവഗണിച്ചു. ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ അവഗണിക്കുക. ഇഗ്നോർ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇഗ്നോർ IGNOR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ല എങ്കിലും ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ലവ്ലി ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വേറെ ഇനി ചാപ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ജസ്റ്റ് വേർഡ്സും അതിലുള്ള പ്രധാനപ്പെട്ട സെൻറ്റൻസുകളും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഓരോ ചാപ്റ്റർ ഓരോ ദിവസമായിട്ട് എടുക്കാം. ബാക്കി നോക്കാം. ലവ്ലി ഫ്ലവേഴ്സ്. ദ കിങ് അറൈവ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാന്റ്സ്. ചിൽഡ്രൻ ഗാതേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ് റെഡ്, ബ്ലൂ, യെല്ലോ. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻ ടു എ ബൊക്കെ. അപ്പോൾ ദ കിങ് അറൈവ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാന്റ്സ്. അപ്പോൾ രാജാവ് വന്നു, എല്ലാവരുടെയും ചെടികളൊക്കെ നോക്കി. ചിൽഡ്രൻ ഗാതേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. അപ്പോൾ ചിൽഡ്രൻ ഗ്യാദർ എന്ന് പറയുന്ന വാക്കൊന്ന് നോക്കി വെച്ചേക്കുക. ഗ്യാദർ GATHERED. ഗ്യാതേർഡ് എന്ന് വെച്ചാൽ കൂട്ടം കൂടുക. എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നു, കൂട്ടം കൂടി നിൽക്കുക. അപ്പോൾ അതിനാണ് ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് എല്ലാവരും വന്ന് നിന്നു. റെഡ്, ബ്ലൂ, യെല്ലോ പല നിറത്തിലുള്ള ഫ്ലവേഴ്സുമായിട്ട്
കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻറ്റു എ ബൊക്കെ. ബൊക്കെ എന്നുള്ള വാക്കൊന്ന് നോക്കി വെച്ചേക്കാം. അതിൻ്റെ സ്പെല്ലിംഗ് ഒരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് നോക്കി വെച്ചേക്കാൻ പറയുന്നത്. ഓക്കെ, ബൊക്കെ ബൊക്കെ BOUQUET ബൊക്കെ. ബൊക്കെ എന്ന് പറയുന്ന വാക്ക് സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചേക്കുക. ബൊക്കെ എന്നാണ് വായിക്കുന്നത്, ബൊക്കറ്റ് എന്നൊന്നും വായിക്കരുത്. ബക്കറ്റല്ല അത്, ബൊക്കെ ബൊക്കെ. ബൊക്കെ ഇല്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ ചെറുക്കിന് കൊടുക്കുന്ന ബൊക്കെ ഉണ്ടല്ലോ, ജണ്ട്, അത് തന്നെ. അപ്പോൾ ബൊക്കെയാണ്. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. BOUQUET ബൊക്കെ. അപ്പോൾ ബൊക്കെ എന്നുള്ള വാക്ക്. ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ, ദെയർ ഫേസസ് വെയർ ഷൈനിങ് വിത്ത് ഹോപ്പ്. ദ കിങ് സൈഡ്, ഹി വാസ് നോട്ട് അറ്റ് ഹാപ്പി. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്കറിയാമെന്നുള്ളതാണ്. എന്താണ്, രാജാവ് വന്ന് എല്ലാവരെയും പൂക്കളൊക്കെ നോക്കി. എന്നിട്ട് രാജാവ് ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് രാജാവിന് അത്ര സന്തോഷമൊന്നും ആയില്ല അല്ലേ, കണ്ടിട്ടും ഇത്രയും ഇതായിട്ട് എല്ലാവരും നല്ലോണം ചെടിയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടും രാജാവിന് ഒരു സന്തോഷമില്ലായിരുന്നു. കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ബാക്കി നോക്കാം. എംപ്റ്റി പോട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ സ്റ്റുഡ് പിങ്കള. അപ്പോൾ പിങ്കള എവിടെയാണ് നിന്നത്, ആ വരിയുടെ ഏറ്റവും ലാസ്റ്റാണ് പോയി നിന്നത്. വെൻ കിങ് റീച്ച്ഡ് ഹിം ഹി സ്റ്റോപ്പ്ഡ്. അപ്പോൾ രാജാവ് എവിടെ എത്തിയപ്പോൾ, പിങ്കളയുടെ അടുത്ത് എത്തിയപ്പോൾ രാജാവ് അവിടെ നിന്നു. വൈ ഡിഡ് യു കം വിത്ത് ആൻ എംപ്റ്റി പോട്ട് മൈ ചൈൽഡ്, ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്. അപ്പോൾ ചോദിക്കുകയാണ് രാജാവ്, എന്താണ് പിങ്കളയുടെ അടുത്ത് ചോദിച്ചത്, നീ എന്തിനാണ് ഈ ഒഴിഞ്ഞ പോട്ടുമായിട്ട് വന്നത്, നിൻ്റെ വിത്ത് മാത്രം മുളച്ചില്ലേ എന്ന് രാജാവ് ചോദിച്ചു, പിങ്കളയുടെ അടുത്ത് ചോദിച്ചു അല്ലേ. അപ്പോൾ എന്തായി, പിങ്കള ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ ആൻഡ് സെഡ്, ഫോർഗീവ് മീ യുവർ ഹൈനസ്, ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്, ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനർ ടു ഇറ്റ്, ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. അപ്പോൾ എന്താണ് പറയുന്നത്, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എൻ്റെ മഹാരാജാവെ, തലയൊക്കെ കുനിച്ച് നിന്ന് പറയുകയാണ്, ഒരു ബഹുമാനമൊക്കെ വേണ്ടേ. അപ്പോൾ തല കുനിച്ച് നിന്ന് പറയുകയാണ്, എന്താണ്, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ എൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല എന്ന് പിങ്കള ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. അപ്പോൾ എന്താണ് നടന്നത്, എ സ്മൈൽ അപ്പിയേർഡ് ഓൺ കിങ്സ് ഫേസ്. അപ്പോൾ അപ്പിയേർഡ് എന്നുള്ള വാക്ക് ഒന്ന് നോക്കി വെച്ചേക്ക്. എ സ്മൈൽ അപ്പിയേർഡ് ഓൺ കിങ്സ് ഫേസ്. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. എ സ്മൈൽ അപ്പിയേർഡ് ഓൺ കിങ്സ് ഫേസ്. ഇപ്പോൾ അപ്പിയേർഡ് എന്നുള്ള വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക. APPEARED അപ്പിയേർഡ്. APPEARED അപ്പിയേർഡ്. ഓക്കെ, അപ്പിയർ ചെയ്തെന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടു. ബാക്കി നോക്കാം. പ്രത്യക്ഷപ്പെട്ടു. ഇനി ഹി ഹഗ്ഡ് പിങ്കള ആൻഡ് അനൗൺസ്ഡ്. അപ്പോൾ അനൗൺസ്ഡ് എന്ന് പറയുന്ന വാക്ക് ഒന്ന് നോക്കി വെച്ചേക്കുക. ANNOUNCED. 2 എണ്ണം ഉണ്ട് കേട്ടോ. അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അനൗൺസ് ചെയ്യുക, പ്രഖ്യാപിക്കുക, അറിയിക്കുക എന്നൊക്കെ തന്നെയാണ്. അനൗൺസ്മെൻറ്റ് കേട്ടിട്ടില്ലേ, നമ്മുടെ ഇതിലെ കൂടെയൊക്കെ വണ്ടിയിലൊക്കെ വിളിച്ചുകൊണ്ട് പോകുമല്ലോ അനൗൺസ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും അവിടെ അത് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ്. അപ്പോൾ അനൗൺസ്ഡ് സ്പെല്ലിങ് നോക്കുക. ANNOUNCED. 2 എണ്ണം ഉണ്ട്. OUNCED. ANNOUNCED അനൗൺസ്ഡ്. അപ്പോൾ പിങ്കളെ അദ്ദേഹം എന്ത് ചെയ്തു, കെട്ടിപ്പിടിച്ചു. എൻ്റെ എല്ലാവരുടെ അടുത്തുമായിട്ട് പറഞ്ഞു, ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്, ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ആ സെൻറ്റൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസ് മൊത്തത്തിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ഐ ഹാഡ് ഗീവൺ എവരി വൺ റോസ്റ്റഡ് സീഡ്സ് വിച്ച് വുഡ് നെവർ ഗ്രോ, ഓൺലി ദിസ് ബോയ് ഈസ് ഓണസ്റ്റ്, ഐ ആം ഷുവർ വൺ ഡേ ഹീ വിൽ റൂൾ ദ കിങ്ഡം ജസ്റ്റ്ലി. അപ്പോൾ എന്താണ്, ഐ ഹാവ് ഗിവൺ. അപ്പോൾ രാജാവ് കാര്യം പറയാണ്, ഞാൻ എല്ലാവർക്കും റോസ്റ്റഡ് എന്നുള്ള വാക്കും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. വലിയ പ്രാധാന്യമില്ലെങ്കിലും ഓർത്ത് വെച്ചേക്കാം. ROASTED. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാനുള്ള വാക്കാണ് റോസ്റ്റഡ് എന്ന് വെച്ചാൽ, റോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്യുക, നമുക്ക് അറിയാമെന്നുള്ള വാക്കാണ് റോസ്റ്റ് ചെയ്യുക. വറുത്തത് അല്ലേ. അപ്പോൾ വറുത്ത വിത്താണ് എല്ലാവർക്കും ഞാൻ കൊടുത്തത്. അപ്പോൾ അത് മുളയ്ക്കത്തില്ല. ആകെ നമ്മുടെ ഈ പിങ്കള മാത്രമാണ് ഓണസ്റ്റ് ആയിരുന്നത്. ഓണസ്റ്റ് എന്നുള്ള വാക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ ഉപകരിക്കും. ഓണസ്റ്റ്, HONEST ആണ് കേട്ടോ. ഓണസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ അവിടെ H ഉണ്ട്, H സൈലൻ്റ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. HONEST ഓണസ്റ്റ്. ഐ ആം ഷുവർ വൺ ഡേ ഹീ വിൽ റൂൾ ദ കിങ്ഡം ജസ്റ്റ്ലി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്താണ്, എല്ലാവരുടെ അടുത്തുമായിട്ട് പറഞ്ഞു, പിങ്കള ഈ രാജ്യം ഭരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നീതിപൂർവം ഈ രാജ്യം ഭരിക്കും എന്നുറപ്പുണ്ട് എന്ന് രാജാവ് പറഞ്ഞ് പിങ്കളയെ
രാജാവായിട്ട്, അടുത്ത യുവരാജാവായിട്ട്, അടുത്ത പ്രിൻസായിട്ട് അവിടെ വിളംബരം ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ പ്രധാനപ്പെട്ട ആ വാക്കുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഇത് നമുക്ക് ആ മിസ്സായിപ്പോയ വാക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഈ പാഠഭാഗം നല്ലോണം വായിച്ചിട്ട് പോയാൽ മതി. പാഠങ്ങളെല്ലാം നല്ലോണം വായിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ 10 മാർക്കിൽ എന്തായാലും ഫുള്ള് മേടിക്കാനും പറ്റും. വേണമെങ്കിൽ ഒരു 9 മാർക്ക് എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് വാങ്ങാൻ പറ്റും. പാഠഭാഗം ഫുള്ള് വായിച്ചിട്ട് പോയാൽ മതി. വേറെ ഒരു കഷ്ടപ്പാടും ഇല്ല. GK എത്ര പഠിച്ചാലും തീരത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെടാൻ വയ്യാത്തൊരു ഇംഗ്ലീഷിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും പാഠഭാഗം ഒന്നും കൂടെ ഒന്ന് നല്ലോണം വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡെല്ലാം നല്ലോണം ഒന്നും കൂടെ നോക്കുക. എല്ലാം നോക്കിയിട്ട് പോവുക കേട്ടോ. താങ്ക് യു.